അഹമ്മദാബാദ് കോടതി വിധി. സ്വർഗത്തിൽ പോകാൻ വേണ്ടി തീവ്രവാദികളായവർക്ക് ഇനി വധശിക്ഷ വാങ്ങി ശരിക്കും പരലോകത്ത് എത്താം. പലനാൾ കട്ട കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഒറ്റയടിക്ക് ഒന്നും കണ്ണടച്ചിരുട്ടാക്കാനും പറ്റില്ല. ഇത് മത തീവ്രവാദികൾക്കും ഒരു പാഠമാകട്ടെ. 2008 അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ 38 പേർക്ക് വധശിക്ഷ വിധിച്ച് അഹമ്മദാബാദ് പ്രത്യേക കോടതി. ഇതിൽ 5 മലയാളികൾ ഉണ്ട് എന്നതും അവർ വലിയ തീവ്രവാദികൾ ആണെന്നുള്ള വിവരവും നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അപമാനമാകുന്നു. അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ ആകെ ഉണ്ടായിരുന്ന 78 പ്രതികളിൽ 49 പേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതിൽ 38 പേർക്കും വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു. ഇവരെല്ലാവരും സിമിയുടെ ഉപവിഭാഗമായ ഇന്ത്യൻ മുജാഹിദീന്റെ പ്രവർത്തകരാണ്. പ്രത്യേക ജഡ്ജി AR പട്ടേലാണ് വിധി പ്രസ്താവിച്ചത്. രാജ്യത്ത് ഇത് ആദ്യമായാണ് ഇത്രയധികം പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ കേസിന് ഉണ്ട്. 2008 ജൂലൈ 26 അഹമ്മദാബാദിലെ തിരക്കേറിയ ഓൾഡ് സിറ്റിയിലടക്കം 20 ഇടങ്ങളിലാണ് സ്ഫോടന പരമ്പര അരങ്ങേറിയത്. 56 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 248 പേർക്കെങ്കിലും പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീൻ പ്രവർത്തകനായ യാസീൻ ഭട്കലും 5 മലയാളികളും ഉൾപ്പെടെ 78 പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത്. വാഗമൺ, പാനായിക്കുളം തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്തതിന് ശിക്ഷിക്കപ്പെട്ട ഈരാറ്റുപേട്ട പീഡിക്കൽ ഷാദുലി, സഹോദരൻ ഷിബിലി എന്നിവർ ഉൾപ്പെടെ 5 മലയാളികളാണ് കേസിലെ പ്രതികൾ. സിമിയിലെ സജീവ പ്രവർത്തകരാണ് ഈ പ്രതികൾ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആലുവ, കുഞ്ഞനിക്കര മുഹമ്മദ് അൻസാരി, കൊണ്ടോട്ടി സ്വദേശി ഷറഫുദ്ദീൻ എന്നിവർക്കൊപ്പം മംഗലാപുരത്ത് നിന്നുള്ള നൌഷാദുമാണ് കുറ്റക്കാരുടെ പട്ടികയിലെ മറ്റു മലയാളികൾ. പാനായിക്കുളം കേസിലും പ്രതിയാണ് അൻസാരി. ബോംബുകൾക്കുള്ള ചിപ്പുകൾ തയ്യാറാക്കി നൽകിയതാണ് ഷറഫുദ്ദീനെതിരായ കുറ്റം. മുൻകൂട്ടി ഈ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷം നടന്ന സ്ഫോടനമായിരുന്നു ഇത്. 2008 ജൂലൈ 26 സിമിയുടെ ഉപവിഭാഗമായ ഇന്ത്യൻ മുജാഹിദീന്റെ പേരിൽ 14 പേജുള്ള ഒരു ഇമെയിൽ സന്ദേശം ഗുജറാത്തിലെ TV ചാനലുകളുടെ ഓഫീസുകളിൽ എത്തി. ജിഹാദിന്റെ ഉദയം, ഗുജറാത്തിനോടുള്ള പ്രതികാരം എന്ന് തലക്കെട്ടുണ്ടായിരുന്ന ആ ഇമെയിലിലെ 7ാം പേജിൽ ഇങ്ങനെ പറയുന്നു: അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കാൻ പോകുന്നു, തടയാമെങ്കിൽ തടയൂ. ഇമെയിൽ കിട്ടി മിനിറ്റുകൾക്കകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ സ്ഫോടനം നടന്നു. തിരക്കേറിയ ഓൾഡ് സിറ്റി അടക്കം 20 ഇടങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായി. 6:30 മുതൽ 7:30 വരെ നടന്ന സ്ഫോടന പരമ്പരയിൽ നഗരം രക്തത്തിൽ കുളിച്ചു. പരിക്കേറ്റവരെ എത്തിച്ച ആശുപത്രികളിലും പൊട്ടിത്തെറിയുണ്ടായി. കൊലപാതക ശ്രമം, ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ മതതീവ്രവാദം എന്നിവയാണ് പ്രതികളുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ. 2002 ഗുജറാത്ത് കലാപത്തിനുള്ള പ്രതികാരമാണ് ഇതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വളരെ വളരെ മാതൃകാപരമായ കോടതി വിധി എന്നുകൂടി ഈ വിധിയെ വിശേഷിപ്പിക്കാം. ദേശവിരുദ്ധ ശക്തികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മനഃപൂർവ്വമുള്ള സാമുദായിക കലാപങ്ങളും സ്പർദ്ധകളുമൊക്കെ ഉണ്ടാക്കി രാജ്യത്തിനെതിരെ തന്നെ യുദ്ധസമാന കോപ്പുകൂട്ടലുകളും ഒക്കെ നടത്തുന്ന നിരവധി ഭീകര സംഘടനകൾ ഉണ്ടെന്നുള്ളതും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതയാണ്. രാജ്യത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് എന്ത് മ്ലേച്ഛമായ മാർഗങ്ങൾ പോലും ഈ മത തീവ്രവാദികൾ സ്വീകരിക്കും. അവർക്ക് ഒരു പരിധിവരെ വലിയൊരു താക്കീതായി മാറിയിരിക്കുകയാണ് ഈ വിധി. ഈ കേസിൽ മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് കേരളത്തെ ഭയപ്പെടുത്തുന്നതാണ്. ചുക്കുചേരാത്ത കഷായമില്ല എന്ന് പറയും പോലെ ഏതൊരു ഭീകരപ്രവർത്തനങ്ങളുടെയും തലപ്പത്ത് ഇന്ന് ഒരു മലയാളിയെങ്കിലും കാണും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായിരിക്കുന്നു സ്ഥിതി. ലവ് ജിഹാദിന്റെയും നാർക്കോട്ടിക് ജിഹാദിന്റെയും ഹലാൽ ജിഹാദിന്റെയും മയക്കുമരുന്നിന്റെയും വർഗീയ ലഹളയുടെയും ഒക്കെ മറവിൽ ഇവിടെ നടക്കുന്ന മത തീവ്രവാദം കണ്ടില്ലെന്ന് നടിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും കണ്ണുകൾ ഇന്നത്തെ വിധി തുറക്കുമോ ആവോ? കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്നു എന്ന് നാടിനെ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ അവരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തി പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഉൾക്കാഴ്ച പകരട്ടെ ഈ കോടതി വിധി. ഇനിയും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർ നാളെ കാണാൻ പോകുന്നത് മത തീവ്രവാദികൾ വക മറ്റൊരു അഹമ്മദാബാദ് മോഡൽ ബോംബ് സ്ഫോടനമായാലും അതിശയിക്കാനില്ല. ആയതിനാൽ കപട മതേതരത്വത്തിന്റെ അന്ധത ബാധിച്ചവർ ഇനിയെങ്കിലും ഉണരുക.
മൗനം വെടിയുക. ഭീകരവാദത്തിന്റെ വേരറുക്കാൻ ഉപകരിക്കുന്ന ഈ കോടതി വിധി നീതിന്യായ ചരിത്രത്തിലെ ഒരു പുതിയ ഏട് തന്നെ ആയിരിക്കും.